CS സുജാതയ്ക്കെതിരായ ജി സുധാകരന്റെ അധിക്ഷേപ പരാമർശത്തിനെതിരെ പരാതി നൽകാൻ ഒരുങ്ങി CPIM. ജി സുധാകരൻ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പാർട്ടിയുമായി ആലോചിച്ച ശേഷം നിയമ നടപടികളിലേക്ക് കടക്കുമെന്ന് CS സുജാത റിപ്പോർട്ടറിനോട് പറഞ്ഞു. അതേസമയം സുജാതയ്ക്കെതിരായ ജി സുധാകരന്റെ ജാതി അധിക്ഷേപത്തെ ന്യായീകരിച്ച് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. മുല്ലപ്പൂവും തുളസിപ്പൂവും മോശം പരാമർശമല്ല എന്നാണ് ചെന്നിത്തലയുടെ പ്രതികരണം. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് സുജാതയ്ക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ. സ്ത്രീത്വത്തെ അവമാനിക്കുന്ന പരാമർശങ്ങൾ അടക്കമുണ്ടായിട്ടുണ്ട്. അതൊരു സ്ഥാനാർത്ഥി ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങേയറ്റം അപലപനീയമായൊരു കാര്യമാണ്. ചില പ്രത്യേക വികാരങ്ങളവിടെ ഉയർത്തിവിടാനുള്ള ശ്രമം അതും ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് കാണാൻ സാധിക്കും. അതൊന്നും അമ്പലപ്പുഴയിൽ ഏശുന്ന കാര്യമല്ല. അമ്പലപ്പുഴ പുന്നപ്രയുടെ മണ്ണാണ്. അവിടെ ഒരു തരത്തിലുള്ള പോറലും LDFന് ഇത്തരം അവസരവാദ നിലപാടിലൂടെ ഉണ്ടാക്കി കളയാമെന്ന് വ്യാമോഹിക്കേണ്ട. ശ്രീ ജി സുധാകരനെ പോലെ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാൻ പാടില്ല. അത് തുടർന്ന് എന്ത് വേണമെന്നുള്ളത് പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കും. എന്തൊക്കെയാ അദ്ദേഹം പറഞ്ഞത്? നാണവും മാനവും ഇല്ലേ എന്നൊക്കെ അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ കഴിഞ്ഞു? എന്താ മുല്ലപ്പൂവും തുളസി കതിരും സ്ത്രീകൾക്ക് ചൂടാൻ പാടില്ലേ? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സ്ത്രീക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടപ്പെട്ട വഴിയിലൂടെ സഞ്ചരിക്കാം. അവളുടെ എല്ലാ അവകാശവും പ്രൊട്ടക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇന്ത്യൻ ഭരണഘടന ഒരു സ്ത്രീക്ക് നൽകുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഈ ഒരു ജാതിക്ക് മാത്രം തീരെഴുതി കൊടുത്തേക്കുന്നതാണോ മുല്ലപ്പൂവും തുളസി? അല്ല, സുധാകരനെ പറ്റി മുഖ്യമന്ത്രി എന്തോ പറഞ്ഞത് ചെറ്റെന്ന് പറഞ്ഞ് വിളിച്ചില്ല. എന്തായാലും ആരും ചെറ്റെന്നൊന്നും അദ്ദേഹം വിളിച്ചില്ലല്ലോ. അത്ര മോശമായിട്ടൊന്നും അദ്ദേഹം മുല്ലപ്പൂ ചൂടുന്നതൊന്നും തുളസിപ്പൂ ഇടുന്നതൊന്നും മോശമായ പരാമർശമൊന്നും അല്ലല്ലോ. അപ്പം വളരെ ബോധപൂർവമായി സുധാകരനെ അപമാനിക്കാൻ മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും ശ്രമിക്കുകയാണ്. ജി സുധാകരൻ ജയിക്കുമെന്ന് കാണുമ്പോൾ അദ്ദേഹത്തെ അപമാനിക്കാൻ വളരെ ബോധപൂർവമായ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും. മനീഷ, ഈ പരാമർശം ജി സുധാകരൻ നടത്തിയപ്പോൾ തന്നെ വലിയ വിമർശനം CPIMന്റെ ഭാഗത്തുനിന്ന്, നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണ്. ജി സുധാകരൻ പാർട്ടി വിട്ട ശേഷം പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും നടത്തിയിട്ടുള്ള അധിക്ഷേപ പരാമർശങ്ങൾക്കെല്ലാം UDF ക്യാമ്പിൽ നിന്നും വലിയ കയ്യടി ലഭിച്ചവയാണ്. പക്ഷേ അവസാന ലാപ്പിൽ CS സുജാതയ്ക്കെതിരെ പറഞ്ഞതിൽ UDF ക്യാമ്പിൽ തന്നെ വലിയ അങ്കലാപ്പുണ്ടായിട്ടുണ്ട്. ഏത് തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കും, ന്യായീകരിക്കും എന്ന ഒരു രീതി UDF ക്യാമ്പിൽ അങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ട്. ഇപ്പോഴിതാ UDF ക്യാമ്പിൽ നിന്ന് തന്നെ ഒരു വിലയിരുത്തൽ, സുധാകരൻ ലഭിക്കേണ്ട കുറെ വോട്ടുകൾ കൂടി CS സുജാതയ്ക്കെതിരെ നടത്തിയിട്ടുള്ള സ്ത്രീ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തി അധിക്ഷേപത്തിന്റെ പേരിൽ തന്നെ അത്തരം വോട്ടുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് അമ്പലപ്പുഴയിലെ UDF കേന്ദ്രം തന്നെ വിലയിരുത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ ആരും ഇന്ന് സുധാകരന്റെ പ്രതികരണത്തെ തൊടാതെ പോവുകയായിരുന്നു. രമേശ് ചെന്നിത്തല മാത്രമാണ് ഇത് ന്യായീകരിച്ചുകൊണ്ട് അത് സുധാകരന്റെ കവിയായതുകൊണ്ട് കാവ്യാത്മകമായി പറഞ്ഞതാണെന്നും മുഖ്യമന്ത്രിയുടെ ചെറ്റത്തരം എന്ന വാക്കിന്റെ അത്രയും വരികയില്ല ഈ തുളസിപ്പൂവിന്റെയും ഒപ്പം തന്നെ മുല്ലപ്പൂവും ചൂടിക്കൊണ്ട് നായന്മാരുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ഈ ഒരു പരാമർശത്തിനെ രമേശ് ചെന്നിത്തല മാത്രമാണ് ന്യായീകരിച്ച ആ രീതിയിൽ ലളിതവൽക്കരിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഇതിനെതിരെ പാർട്ടി നിയമപരമായ നടപടികളിലേക്ക് നീങ്ങും എന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. പാർട്ടി അതിന്റെ ചർച്ച നടത്തുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം മതി, ഇപ്പോഴിതാ പരാതി കൊടുത്ത് കേസെടുത്താൽ അത് മറ്റൊരു രീതിയിലേക്ക് ദുർവ്യാഖ്യാനിക്കപ്പെടുമെന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പിന് ശേഷം അത് നിയമ നടപടികളിലേക്ക് പോകാനുള്ള ആലോചന പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നത്. ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.